തിരുവനന്തപുരം വഞ്ചിയൂരിൽ പൊതുഗതാഗതം തടസ്സപ്പെടുത്തി സിപിഎം ഏരിയ സമ്മേളനം നടത്തിയതുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സംഭവത്തിൽ കേസെടുത്ത കാര്യം പോലീസ് കോടതിയെ അറിയിക്കും. ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയായിരുന്നു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ പൊതുഗതാഗതം തടസ്സപ്പെടുത്തി സിപിഎം ഏരിയ സമ്മേളനം നടത്തിയതിൽ കേസ് രജിസ്റ്റർ ചെയ്തതായി സിഐ ഇന്ന് ഹൈക്കോടതി അറിയിക്കും. വഞ്ചിയൂർ സിഐ നേരിട്ട് ഹാജരായി രേഖകൾ സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സംഭവത്തിൽ സിപിഎം പാളയം ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ വഞ്ചിയൂർ പോലീസ് കേസെടുത്തത്. ഇക്കഴിഞ്ഞ 5-ാം തീയതിയാണ് തിരുവനന്തപുരം വഞ്ചിയൂരിൽ പൊതുഗതാഗതം തടസ്സപ്പെടുത്തി സിപിഎം പാളയം ഏരിയ കമ്മിറ്റി സമ്മേളനം നടത്തിയത്. കോടതിയലക്ഷ്യ നടപടി അനിവാര്യമെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കുന്ന കാര്യം ആലോചിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് കേസെടുത്തത്. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടി പാടില്ലെന്നാണ് 2023 ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. എന്നാൽ ഇത് ലംഘിക്കപ്പെട്ടുവെന്നും കോടതി കുറ്റപ്പെടുത്തിയിരുന്നു. സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയും സിറ്റി പോലീസ് കമ്മീഷണറും വിശദീകരണം നൽകണം. കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പോലീസും സർക്കാരും അലംഭാവം കാണിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തിയ കോടതി സർക്കുലറുകളെല്ലാം കോൾഡ് സ്റ്റോറേജിലാണെന്നും വിമർശിച്ചിരുന്നു. എറണാകുളം സ്വദേശി നൽകിയ കോടതിയലക്ഷ്യ ഹർജിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത്. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് പൊതുവഴി തടഞ്ഞ് സിപിഎം ഏരിയ സമ്മേളനം നടത്തിയ വാർത്ത ജനം ടിവിയാണ് പുറത്തുവിട്ടത്. ജനം, കൊച്ചി.